വിദേശ MBBSനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായുള്ള എൻ്റെ രണ്ടാമത്തെ രാജ്യത്തേക്കുള്ള യാത്രയാണിത്. ആദ്യത്തെ യാത്ര ഉസ്ബെക്കിലേക്കായിരുന്നു. ഈ യാത്ര ജോർജിയയിലേക്കും. ജോർജിയ കാണാൻ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ പഠിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജോർജിയ. സോ ഐ റിയലി വാണ്ടഡ് ടു നോ വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് ജോർജിയ എന്നുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ഉയർന്ന അധികാരികളോടൊപ്പം ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ എന്താണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റികളിലെയും സ്റ്റുഡൻസിനോടൊപ്പവും കുറേ സമയം ചെലവഴിച്ചു, ഫാക്കൽറ്റീസിനോടൊപ്പവും കുറേ സമയം ചെലവഴിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോ സ്ഥലത്തെയും യുണീക്ക് എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റുഡൻസ് ആണ് കേട്ടോ. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾക്കല്ലേ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുക. സോ അവരോട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ശരിക്കും സംഭവം എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടുക. ഈ കാണുന്ന കാര്യങ്ങളും അതുപോലെ അനുഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ഈ 1-2 ദിവസം പോയിട്ട് കാര്യം കണ്ട് വരുന്നതല്ലേ, കുട്ടികൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നതല്ലേ. അപ്പോൾ ദേ വിൽ ഹാവ് മച്ച് ഓഫ് ഡീറ്റെയിൽസ്. പിന്നെ ഓരോ സ്ഥലത്തെയും ഫെസിലിറ്റീസ് കാണാൻ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേനും ക്ലാസ് റൂമിൻ്റെ ഫെസിലിറ്റീസും ലൈബ്രറിയുടെ ഫെസിലിറ്റീസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. ഇനി ഇത് മാത്രം മതിയോ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ? നോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ലാബുകൾ. ലാബുകൾ എന്ന് പറയുമ്പോഴത്തേനും ഇലക്ട്രോണിക് സിംപ്ലൈ ഫെസിലിറ്റീസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഇനി നമ്മുടെ ലാബിൽ കെമിക്കൽ ലാബുകളും മറ്റും ഉണ്ടല്ലോ, ബയോകെമിക്കൽ ലാബുകൾ, അതെല്ലാം എത്ര നല്ലതാണ്, അതിൻ്റെ ഫെസിലിറ്റീസ് കുട്ടികൾക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതും ഒരു ചോദ്യമാണല്ലോ. ചുമ്മാ ഒരു കെട്ടിടത്തിനകത്ത് കുറേ സാധനങ്ങൾ ഇരുന്നാൽ പോരാ, നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ വളരെ യുണീക്കായിരുന്നു. നമ്മൾ വെക്കേഷന് പോയി കാണുമ്പോഴത്തേനും നമ്മൾ കാണുന്ന ഒരു ജോർജിയ ഉണ്ടല്ലോ, ആ ജോർജിയ അല്ല ശരിക്കും എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇവരുടെ കുക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളും കണ്ടു. കുക്ക് ചെയ്യുന്നത് ജോർജിയൻസ് ആണ് എങ്കിലും ഇവർക്ക് ഇന്ത്യൻ ഫുഡും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഹോസ്റ്റൽ ഫെസിലിറ്റീസും നേരിട്ട് കണ്ട് മനസ്സിലാക്കി. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഹോസ്റ്റലൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾ അധികപക്ഷവും, അതായത് മോർ ദാൻ 80% സ്റ്റുഡൻസ് അവിടെ പ്രത്യേകിച്ച് അക്കോമഡേഷൻ എടുത്ത് താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ സ്റ്റുഡൻസ് പോകുന്ന മാർക്കറ്റ് പ്ലേസ് ഇതും അറിയണമല്ലോ, അതുമൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അങ്ങനെ നല്ല യാത്രയായിരുന്നു ജോർജിയൻ യാത്ര. എൻ്റെ ജോർജിയൻ അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് കാംബ്രിയ അഡ്മിഷൻസ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഏത് രാജ്യത്തേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നല്ല എന്ത് എഡ്യൂക്കേഷന് പോകുന്നതിന് മുമ്പ് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആരുടെയെങ്കിലും ഒപ്പം ഇരുന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ യാത്ര നടത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള പഠനം ഉണ്ടല്ലോ, അത് നടത്താൻ ശ്രമിക്കുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.